ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഫിഷിങ് തന്നെയാണ്. ഇന്ന് നമ്മൾ ഓരോ ദിവസവും വെറൈറ്റി വേണ്ടേ, എന്നാലല്ലേ അതിനകത്തൊരു പുതുമയുള്ളൂ. എന്നാൽ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നുണ്ടോ, കുടുക്ക വെച്ച് മീൻ പിടിക്കുന്ന ഇതുണ്ടോ. ഇത് ആദ്യം മുതൽ കാണിക്കുന്നതെന്നു വെച്ചാൽ നിങ്ങൾക്കിപ്പം ഇത് വശയില്ലാത്തവർക്ക് സെറ്റ് ആയിക്കോട്ടെ, മീൻ പിടിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതെ, കുടുക്കി ഉണ്ടാക്കുന്നത് ഇതുണ്ടോ. ഇതുപോലത്തെ നമുക്ക് ചെരുവനില്ലാത്ത ആരുമില്ല വീട്ടിൽ. ഒരു ചെരുവനുണ്ടേ ഇതുപോലത്തെ ഒരു വെള്ളത്തുണി, എന്നിട്ട് അത് സെറ്റ് ചെയ്യുന്ന കാണിക്കാം കേട്ടോ. നമ്മുടെ ഉണ്ണിച്ചനുണ്ട്, പിന്നെ നമ്മുടെ ആദ്യക്കൂട്ടനുണ്ടാക്കരുത്, അവൻ വെള്ളത്തിൽ ചാടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഇത് സെറ്റാക്കിക്കൊണ്ട് ചെല്ലുമ്പം ഇറങ്ങുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. എനിക്ക് ആ അത് നമുക്ക് വലിച്ചതാക്കാം, ടൈറ്റാക്കി ചേട്ടാ. അറിയാൻ പറ്റില്ല ചേട്ടാ, എന്നാ ചെയ്യും നീ? കെട്ടിപ്പടിക്കണ്ടേ, കല്യാണത്തിനൊക്കെ കെട്ടുമ്പോഴോ ഇത് വേറെ വല്ലതും വന്ന് കെട്ടിത്തരുമോ? ഒന്നറിയാം. എടാ ഈ നടുക്ക് പിടിച്ചാലോ ഉണ്ണിച്ചാ? ഓക്കെ, പിടിച്ചോ? ഓക്കെ, മതിയോടാ? നോക്കി, അത്ര മതിയോ നോക്കി. അല്ല, നമുക്കൊന്നുകൂടെ മുഴുക്കാം. ഈ പ്ലാസ്റ്റിക് ഒന്നുമില്ലായിട്ടോ മുറുകാത്തല്ലടാ. ഓക്കെ, പോരെ? വലിച്ച് താത്തെ. പോരെ? ഇത് വന്നില്ല, ഇത് കണ്ടില്ലേ? ലൈറ്റായി ഇത് കണ്ടോ? ഓക്കെ, മറ്റേ കൊണ്ട് കെട്ടാം. നീ അത് കണ്ടിച്ച് വാങ്ങിയില്ലേ? ഇത് കണ്ടോ, ഇത് നമ്മളിത് കണ്ടോ, അതെ ഇങ്ങനെ കെട്ടണം. ഇങ്ങനെ കെട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിരിക്കണം. അതിനകത്തോട്ട് കയറി പോകാനായിട്ടുള്ള വിടവ് മാത്രം നല്ല വലിഞ്ഞ് നിൽക്കണം. ഇതുണ്ട്, ഇവിടെ നമ്മളൊരു തുളയിടാൻ വേണ്ടിയിട്ടാണ് നല്ല സെറ്റാക്കിക്കൊണ്ടിരിക്കുക. നോക്കിയേ എന്തോരം വേണം. മതി വേണ്ട. ഓക്കെ ആണോ? അത് കുഴപ്പമില്ല, പുല്ലിന് കയറണ്ടേ? കയറിക്കോളൂ അല്ലേ? വലിയ പുല്ല് മതി ഉണ്ണിച്ചാ? എടുക്കണം. ഇപ്പം നമ്മളിതേ നമ്മുടെ പാത്രം കണ്ടോ, ആ പാത്രം ഇങ്ങനെ റൗണ്ടാക്കി കെട്ടി വലിഞ്ഞ് മുറുകിയിട്ട് നടുക്കൊരു തുളയിട്ട് രണ്ടെണ്ണത്തിന്. ഇനിയിപ്പം തീറ്റ വെക്കുന്ന കാണിച്ചു തരാം. ഉണ്ണിച്ചാ കാണിച്ച്. നീ കുഴക്കണ്ടേ? പിന്നെ ഇങ്ങനെ വെക്കണം, വെള്ളം നനയണം. അല്ല, ഇതിപ്പോൾ നമ്മൾ താഴെ കൊണ്ട് വെക്കുമ്പോൾ പോകത്തില്ലേ മൊത്തം? ഇത് കണ്ടോ അതെ ഇങ്ങനെ നമ്മളിനി ഇത് ഇങ്ങനെയാണ് ഈ മാവ് വെക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. ഇതിപ്പോൾ നമ്മൾ കാണിച്ചു തരുമായിരുന്നു. ഇതിപ്പോൾ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ പൊത്തിയിട്ട് അടി കൊണ്ട് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കണം. ഇതുണ്ട്, അതിന് പൊടിയുണ്ട്. എന്നാൽ ഇത് തിന്ന് വരുന്ന കൂടത്തി പുല്ലിനകത്ത് കയറും. അങ്ങനെയാണ് ഈ ട്രാപ്പ് ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പം വീഡിയോ അങ്ങോട്ട് കൊണ്ട് വെക്കട്ടെ, എന്നിട്ട് കാണാം. നമ്മുടെ സാരഥി എല്ലാവരും ഉണ്ട് കേട്ടോ. ആ ഓക്കെ. ഏത് കൊയിലാക്കി താമസിച്ചാലും ഇത്രയും ഭംഗിയായിട്ട് ഒരിടത്തും പറ്റത്തില്ല. അതെ,
അല്ല അത് കാണട്ടെ. അതെ, നമ്മുടെ ഉണ്ണിച്ചനും ആദ്യം കൂടെയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒന്നിച്ച് വെക്കാം. ഇതുണ്ട് പൊടി അതിൻ്റെ ഫ്രണ്ടിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോഴേ അത് പോകും. ഇതാകുമ്പം പതുക്കിനെ പൊത്തി താഴോട്ട് ഇറക്കുമ്പം അവത്തെ ഇരുന്നോളൂ. അവത്തെ കടിച്ചാണ് മീൻ അകത്തോട്ട് കയറുന്നത്. അകത്തോട്ടും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും. അന്നേരമാണ് നമ്മൾ പതുക്കിനെ പോയി പൊത്തി ഇങ്ങ് എടുത്തുകൊണ്ട് വന്നത്. എന്നാലും നമുക്കത് വീഡിയോയിൽ കാണാം. ആദ്യമാണ് ആദ്യത്തെ കുടുക്ക വെക്കാൻ പോയേക്കുന്നത്. അവൻ വെച്ച് ഇതേ ഉണ്ണിക്കുട്ടനടുത്ത് റെഡിയായി നിൽക്കുന്നു. ആദ്യം പൊങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനെടുക്കാം. നമുക്ക് ഒന്നിച്ചിറങ്ങി എടുക്കാവേ. ആ ഉണ്ണിച്ചും വെച്ചോടാ. ആദ്യം കൂടെ അതൊന്ന് സെറ്റ് ചെയ്യടാ. അതിൻ്റെ ഇപ്പുറം വെച്ചു മുങ്ങിക്കോ. വെച്ചോ. അതും കൂടെ വെച്ചിട്ട് പൊങ്ങിട്ട് ശകലം കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. അന്നേരം മീനെടുക്കാൻ നമുക്ക് എടുക്കാവേ. ഓക്കെ. ഉണ്ണിച്ചന്ത് ഇവിടെ വെച്ചത് എടുത്തിട്ടുണ്ട്. ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? മൂടി സൂം ചെയ്ത് കാണിച്ചാൽ നമുക്ക്. അന്നേരം നമ്മൾ ആദ്യത്തെ ഫിഷ് ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ കുടുക്ക വെച്ചിട്ട് ആദ്യം സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് മീനെ നോക്കാവേ. ഇത് കെട്ടഴിക്കണ്ടേ? അതി എങ്ങനെ എടുക്കും? നമുക്ക് വെള്ളത്തിലോട്ട് ഇടണം. അല്ലോടാ, അങ്ങനെ ഇടല്ലേ, അങ്ങനെ ഇടല്ലേ. വെള്ളത്തിൽ താഴെ പോകും. അന്ന് കൈക്കോട്ട് ആ താഴെ തിരിച്ച് താത്തിട്ടാ ചത്തു പോകുന്നു. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന പറല്ല 3 എണ്ണം കിട്ടി കേട്ടോ. എന്നാലും നമ്മുടെ പരീക്ഷ വിജയിച്ചിരിക്കുകയാണ്. നമ്മളിത് അപ്പുറത്ത് നോക്കിയാൽ മതി. അവൻ വെച്ചത് ഉണ്ടോ? അയ്യോ, നമ്മുടെ പരീക്ഷ വീണ്ടും വിജയിച്ചു കേട്ടോ. മീൻ കാണിക്ക്. ഉണ്ടോ? മീൻ കിടക്കുന്നുണ്ട് ഇതിനകത്ത്, കാണാവോ? കാണാവോ? ഉണ്ടോ? അതിനകത്ത് മീൻ കിടക്കുന്നുണ്ടോ? നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്തോട്ടിടാം. പൊടി വള്ളത്തെ അങ്ങോട്ട് പോയായിരുന്നു. ഇതുണ്ട് നമ്മുടെ ഫിഷ് ട്രാപ്പായി വെച്ചേക്കുന്നത്. കണ്ടോ? അതിന് മേളുവഴി കണ്ടോ? വൈറ്റ് തുണി കെട്ടുമ്പോൾ നമുക്കറിയാം. കണ്ടോ? മീൻ പോകുന്നുണ്ടോ? അങ്ങനെ വന്നി കൊത്തിയാണ് അതിനകത്തോട്ട് കയറുന്നത്. ഉണ്ടോ? മീൻ പോകുന്നുണ്ടോ? അതിനകത്ത് തീറ്റ പോയെന്ന് തോന്നുന്നു. ആദ്യം കൂട്ടം നമുക്ക് വെക്കാം.
ആ ഉണ്ട്. പരീക്ഷണം വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. ചാടിപ്പോയി. അത് കുഴപ്പമില്ല, വരുമെന്ന്. ഒന്നല്ല, ഒരെണ്ണം. അതോ ഉള്ളായിരുന്നു. ചതിയായിപ്പോയി, കൊലച്ചതിയായിപ്പോയി. അവൻ ചാടിപ്പോയി. ഗൈസ്, നമുക്ക് പിടിക്കാം. അവിടെ തന്നെ വെച്ചാലോ അത് രണ്ടും? മറ്റേന്തി ഞാനെവിടെയാ വെച്ചേ? അത് വെച്ചില്ലായിരുന്നല്ലേ? അങ്ങോട്ട് വെക്കടാ, വേടാ. നോക്കാക്കടത് കേറുന്നില്ല, അടിക്കുന്നില്ല. ഇതിനൊക്കെ തൊട്ടടുത്ത് വന്ന് മാത്രം നേരം ഉണ്ടായിട്ടും കിട്ടുന്നില്ല. എന്നെ കോളത്തിലാണ്. രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട്. കണ്ടാ അപ്പോൾ കേസ് ഇതുണ്ടോ നമുക്ക് കിട്ടിയതാ. ഇതുണ്ടോ അത് കുറേ ചത്തുപോയി. പിന്നെ അതിൻ്റെ ഒരു പുല്ലം കിട്ടി. പുല്ലം വന്നു കഴിഞ്ഞാൽ പുല്ലൻ ഓടിക്കുന്നു കിട്ടുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നടക്കണ്ടോ ചേർന്നില്ല. ഇറങ്ങിപ്പോയി. നമ്മൾ കുടുക്ക വെച്ചുള്ള മീൻപിടുത്തം നമ്മൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ ഇത്ര മീൻ കിട്ടി. അതുണ്ടോ? അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. ഞങ്ങളുടെ ഇവിടെ ബോട്ട് പോകുന്നുണ്ടോ? അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇന്നുണ്ടായിരുന്നവരെല്ലാവരും കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പി അവള് വീഡിയോ ആയിരുന്നു. ആദിക്കുട്ടൻ, ഉണ്ണിച്ചൻ, ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക.